മാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. അതായത് 3 കുട്ടികളെ +1 +2 പഠിക്കുന്ന കുട്ടികളെ കാണാതെയായി എന്നുള്ളതായിരുന്നു ആ വാർത്ത. പിന്നീട് അവരെ കണ്ടെത്തുന്നു. തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതെയാകുന്നു. ഈ കുട്ടിയെ പൂനെയിൽ നിന്ന് പിടികൂടുന്നു. കൂടെ ഉണ്ടായത് 26 വയസ്സുകാരനാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പും മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം സഹായിച്ച് നമ്മുടെ കേരള പോലീസ് ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ഉണർന്ന് പ്രവർത്തിക്കുക, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു കേസിൽ രാഷ്ട്രീയത്തിന് ഇടപെടൽ നടത്താൻ പറ്റില്ല. കാരണം ഇവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട്. എന്തുകൊണ്ടാണ് നിരന്തരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ ആലുവയിന്ന് അല്ലേ ആ കുട്ടി മിസ്സിംഗ് ആയത്, അതെ. 12 വയസ്സായ പെൺകുട്ടി. എന്റെ പ്രജിത, ശരിക്കും പറയുകയാണെങ്കിൽ കേരളം മുൾമുനയിലായിരുന്നു. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഓമന കുട്ടിയാണല്ലേ. അതെ. ഏത് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലെങ്ങാനും പഠിക്കുന്ന കുട്ടി അല്ലേ. കൂടെ പോയിരിക്കുന്നു. ആരുടെ കൂടെ പോയി എങ്ങനെ പോയി എന്നൊന്നും ആദ്യം അറിയുന്നില്ല. ആ കുട്ടി മിസ്സിംഗ് ആണ്. പിന്നെയാണ് മനസ്സിലായത് ഒരു പയ്യൻ കൂടിയുണ്ട്, 26 വയസ്സുള്ള ആള്. അവരെങ്ങനെയാ പരിചയപ്പെട്ടെന്ന് അറിയാമോ? ഇൻസ്റ്റാഗ്രാമിലൂടെ. എന്താണ്, എങ്ങോട്ടേക്കാണ് ഈ കാലം പോകുന്നത്? ഈ കുട്ടികളുടെ കയ്യിൽ മൊബൈലൊക്കെ കൊടുത്ത് അവർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ പരതാനായിട്ട് അവസരം കൊടുക്കുന്നു. എന്തൊക്കെയാണ് അവർ നോക്കുന്നതെന്ന് ഇവർക്ക് അറിയുന്നുണ്ടോ? ഏത് ഗ്രൂപ്പിലേക്കും പോകാം. അതായത് ഫ്രീ ആയിട്ട് എല്ലാം അവൈലബിൾ ആണ്. ഞാൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ സെക്ഷൽ ആയിട്ടുള്ള ഇൻവൈറ്റ് ചെയ്യുന്ന സൈറ്റിലേക്ക്, അല്ലെങ്കിൽ ലഹരികളുടെ ഇതാക്കുന്ന ഇതിലേക്ക്, ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന സൈറ്റിലേക്ക്. ഈ ഇടയ്ക്ക് കണ്ടില്ലേ, വീട്ടിലുള്ള ആളുകളുടെയും അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരുടെയും അറിയാണ്ട് ഫോട്ടോസ് എടുക്കുക, അവരുടെ പ്രൈവറ്റ് പാർട്സിനെ ഫോക്കസ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പേജുകളിലേക്ക് ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യം നമ്മൾ ഈ ഇടയ്ക്ക് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി സഹപാഠികളുടെ മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങള്. അപ്പൊ ഈ ഒരു പ്രായം എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ കണ്ട് എന്താണെന്ന് ക്യൂരിയോസിറ്റി തോന്നുന്ന പ്രായമാണ്. പീരിയഡ്സ് ആവാൻ വേണ്ടി ശരീരം റൈപ്പായിക്കൊണ്ടിരിക്കുന്ന തയ്യാറാവുന്ന സമയം. ആ സമയത്ത് 26 വയസ്സുള്ള ചെറുക്കൻ എന്തായാലും പ്രേമമല്ല. ഈ പെൺകുട്ടിക്ക് ചിലപ്പോൾ പ്രേമമായിരിക്കാം, കാരണം അവളും ഇങ്ങനത്തെ ഒരു ട്രാപ്പിലൊക്കെ വീണ് പോയിട്ടുള്ള സമയമാണ്. അതിനു മുമ്പ് നമ്മൾ ഈ ചർച്ച കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബിഗ് സല്യൂട്ട് ടു ദ 4 പോലീസ് ഓഫീസേഴ്സ്. 3000 കിലോമീറ്ററോളം കാറിൽ യാത്ര, ഒരു സ്ത്രീ ഓഫീസറും കൂടെ ഉണ്ട്, ഒരു വനിതാ ഓഫീസറും കൂടെ ഉണ്ട്. അവര് സഞ്ചരിച്ച് കാസർഗോഡ് മുതൽ ഇവരുടെ ട്രേസ് ചെയ്ത് പോയി പൂനെയിൽ നിന്നാണ് ഇവരെ പിടികൂടി കൊണ്ടുവരുന്നത്. ഭാഗ്യത്തിന് ആ അച്ഛനും അമ്മയ്ക്കും സമാധാനിക്കാം, ആ മോൾക്കും സമാധാനിക്കാം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. എവിടെ പോയി അവസാനിക്കേണ്ട ജീവിതമാണ് അല്ലെ. പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന ഈ അഭിജിത്ത് എന്നാണ് ഇയാളുടെ പേര്. ഇയാളുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ബോംബെയിലേക്കോ മറ്റോ കൊണ്ടുപോവുകയാണ്. അതെ, നിസാമുദ്ദീൻ ട്രെയിനിൽ ഇവർ കയറി എന്നുള്ള വാർത്ത കിട്ടിയിട്ട് പൂനെയിലേക്കുള്ള പൂനെ സ്റ്റോപ്പിലെത്തുമ്പോൾ മുമ്പിലത്തെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിലും പുറകിലത്തെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിലും പോലീസ് ഓഫീസേഴ്സ് കയറി. പൂനെയിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ഓഫീസിൽ CIയുടെ മകള് റെയിൽവേസിൽ വർക്ക് ചെയ്യുന്ന അവര് വഴി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കയറിയൊക്കെയാണ് ആക്കിയിരിക്കുന്നത്. ഭയങ്കര വർക്കായി പോയോട്ടോ. നമുക്കൊന്ന് കൈയടിക്കാം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പോലീസ് സൂപ്പറാണ്. അവര് ആത്മാർത്ഥമായിട്ട് അവരെ സമ്മതിക്കുകയാണെങ്കിൽ, കടിഞ്ഞാണുകളില്ലാണ്ട്, അതായത് രാഷ്ട്രീയ നേതൃത്വം കടിഞ്ഞാണുകളില്ലാണ്ട് വിടുകയാണെങ്കിൽ നമ്പർ 1 പോലീസ് തന്നെയാണ് നമ്മളുടെ എന്ന് അഭിമാനത്തോടുകൂടെ ഞാൻ പറയുന്നു. കാരണം എനിക്കും നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ട് അവരെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളുടെ പെൺകുട്ടികൾ, ആൺകുട്ടികളുടെയും കാര്യം പറയണം, അവരെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇരയാക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രശ്നം, മൊബൈലിന്റെ പ്രശ്നം തുടങ്ങിയത് പ്രജയ്ക്ക് ഓർമ്മയുണ്ടോ? കോവിഡ് വന്ന സമയത്ത് വീടുകളിലിരുന്ന് പഠിക്കേണ്ടി വന്നു. അപ്പൊ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, സ്കൂളിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ. അത് കഴിഞ്ഞ് നമ്മളൊരു 5-10 മിനിറ്റോ, ഈ കുട്ടികൾക്ക് വളരെ ബോധമുണ്ട്. പ്രത്യേകിച്ചും ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആകാംക്ഷ, വലിയ കുട്ടികളുടെ കാര്യവും അങ്ങനെ തന്നെ. അങ്ങനെ അവരുടെ കയ്യിലേക്ക് പോയി. പിന്നെ അച്ഛനും അമ്മയും ഭയങ്കര ബിസിയാണ് കേട്ടോ. അമ്മുമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ ആണെങ്കിൽ വൈകുന്നേരം 6 മണി മുതൽ ടിവിയുടെ മുമ്പിൽ ഇരിക്കാനേ സമയമുള്ളൂ. ഓരോ സീരിയലുകളുണ്ട്. കുട്ടികൾ ആരോട് സമ്മതിക്കും? ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും അച്ഛനമ്മേന്റെ
പിടിച്ചോ എന്നും പറഞ്ഞ കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടികൾ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് ബഹളം വെച്ച് അവരെ തന്നെ ഒരു ടെൻസ്ഡ് ആക്കും. ഞാൻ ഒരു വീട്ടിൽ കണ്ടതാ പ്രജിത. ഞാൻ അവിടെ ഇരിക്കുന്ന സാഹചര്യത്തില് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന വലിയൊരു ആൺകുട്ടി അമ്മ ഇങ്ങനെ ടെററൈസ് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത്. ഞാൻ പേടിച്ചു പോയി, ആ കുട്ടി എന്തെങ്കിലും അമ്മയെ കാണിക്കുമോ എന്ന്. അമ്മയ്ക്ക് നല്ല ഒത്ത ശരീരമുള്ളതുകൊണ്ടും ആ വീട്ടിൽ എപ്പോഴും നടക്കുന്ന കാര്യമായതുകൊണ്ടും ഷി വാസ് കൂൾ. ബട്ട് ഫൈനലി അവർക്കത് കൊടുക്കേണ്ടി വന്നു. അത്രമാത്രം അവന്റെ ബോഡി ലാംഗ്വേജ് വാസ് സ്കെയറി. മൊബൈലാണ് ചോദിക്കുന്നത്, ആ കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ടില്ല. 9ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു, എന്നിട്ട് 10 ആയിക്കോട്ടെ, നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി. അപ്പൊ വീട്ടിലും ഇതുപോലെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട് മൊബൈൽ കിട്ടാൻ വേണ്ടി. ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണ്. എങ്ങനെ ഈ ചെറുക്കനായിട്ട് ഇറങ്ങിപ്പോവാനൊരു സൗഹൃദം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ചാറ്റില് അല്ലെങ്കിൽ അയാളുമായിട്ട് ഇടപഴകിയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഇവിടെ വെച്ച് വരൂ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ടേ, അതിനുള്ള ധൈര്യം ഈ പയ്യൻ കൊടുത്തിട്ടല്ലേ. ഇത്രയും നാളും തന്നെ സംരക്ഷിച്ച അച്ഛനും അമ്മയും അല്ലെങ്കിൽ താൻ പഠിക്കുന്ന സ്കൂളിലെ സഹപാഠികളെയും ഒക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ഒരു പരിചയം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കാണുന്ന 26 വയസ്സ് 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ കുട്ടിയെക്കാളും പയ്യനോടൊപ്പം ഇറങ്ങി പോകണമെങ്കിൽ എന്ത് സംരക്ഷണമാണ് അച്ഛനമ്മമാർ കൊടുക്കാത്തത് ഇവൻ ഓഫർ ചെയ്തെന്നും കൂടെ നമ്മൾ ആലോചിക്കണ്ടേ. ഇപ്പൊ നമ്മള് കൗൺസിലറായിരുന്ന സമയത്ത് എല്ലാ സ്കൂളുകളിലും ലഹരി വിമുക്ത ക്ലാസ്സുകൾ വന്ന് നടത്താറുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്നാലും ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, ഇങ്ങനെ ഇരിക്കും, 2 അവർ പോയി കിട്ടിയല്ലോ, പഠിക്കണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കും. പോലീസ് ഓഫീസേഴ്സ് സംസാരിക്കും, മാനസികാരോഗ്യ വിദഗ്ധർ സംസാരിക്കും, ഇങ്ങനെയുള്ള ഹെൽപ്പ് ലൈൻ ഉണ്ട്, ഒന്നും എഴുതുന്ന പോലുമില്ല. ഏതോ ലോകത്താണ് പല കുട്ടികളും ഇരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ മൊബൈലിൽ കൂടെ വരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സുരക്ഷിത ക്ലാസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, അങ്ങനെ ഒരു ക്ലാസ്സും കൂടെ എത്രയും വേഗം സ്കൂളുകളിൽ നടപ്പാക്കണം. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ട്രാപ്പ്. ഈ പെൺകുട്ടി എവിടെ പോയി അവസാനിക്കേണ്ടതാ പ്രജിത? പ്രജിതയ്ക്കും ഒരു മോളില്ലേ, ഒരു കൊച്ചു മോളില്ലേ, കിടുങ്ങിപ്പോയില്ലേ പ്രജിത ഇത് വായിച്ചിട്ട്? ഇല്ലേ, എവിടെ പോയി ആ കുട്ടി ഇവന് ഉപയോഗിച്ച് കഴിഞ്ഞ ഏതൊക്കെ റാക്കറ്റുകൾ കൂടെ അവൾ എവിടെയൊക്കെ. 12 വയസ്സേ ഉള്ളൂ, അവൾക്ക് മലയാളം മാത്രല്ലേ അറിയുള്ളൂ, ഇംഗ്ലീഷ് പോലും അറിയില്ല, ഹിന്ദി ഒട്ടും അറിയുണ്ടാവില്ല. 5ാം ക്ലാസ് മുതൽ ഇവിടെ ഹിന്ദി കമ്പൽസറി എവിടെയെങ്കിലും പെട്ടുപോയിട്ട് പോയാൽ ആ കുട്ടിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരവുണ്ട്. ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും അറിയില്ല എറണാകുളത്ത് അല്ലെങ്കിൽ ആലുവയിൽ എവിടെയാ വീടെന്ന്, അല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രജിത, നമ്മള് വളരെ സുരക്ഷിതമായിരിക്കണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനാണ് ട്രെയിനിൽ ഈ 26 വയസ്സായ പുരുഷനോടൊപ്പം ഒരു പെൺകുട്ടിയെ കാണുന്നത്. അവരെന്തായാലും വളരെ ചേട്ടനും അനിയത്തി പോലെ ഒന്നും ആയിരിക്കില്ല ഇരുന്നിട്ടുണ്ടാവാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ഇതിൽ വന്നുകൊണ്ട് ഞാനാണെങ്കിൽ ഇന്റർഫിയർ ചെയ്ത് ചോദിക്കും, ഹലോ മോളുടെ പേരെന്താ, മോന്റെ പേരെന്താ, ബ്രദർ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ അതിലൊരു കാര്യം കണ്ടുപിടിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് അല്ല റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനോ അല്ലെങ്കിൽ സഹയാത്രികരോട് മാറുന്ന സംസാരിച്ച് ആ കുട്ടിയുടെ കാര്യങ്ങൾ അതാക്കും. നമുക്ക് അങ്ങനെയുള്ള ഒരു സോഷ്യൽ ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാ കുട്ടികളെയും നമ്മുടെ കുട്ടികളായിട്ട് കാണാനുള്ള ഒരു ഇത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് പ്രധാന പ്രശ്നം എന്ന് തോന്നുന്നത്, ഇതിൽ ഇടപെട്ടാൽ പിന്നെ നമ്മൾക്ക് പണിയാകുമോ എന്നുള്ള ഒരു കാര്യം ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല. പ്രതി എന്നെ സമ്മതിക്കണം. ഞാൻ എനിക്ക് അവാർഡ് കിട്ടിയ ആർട്ടിക്കിൾ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കോളേജിലെ അധ്യാപിക എന്നോട് പറഞ്ഞ കാര്യമാണ്. അവര് വീട്ടിലേക്ക് പോയി, ഇപ്പൊ പ്രജിതി പറഞ്ഞതുകൊണ്ട് നമ്മൾ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ പറയാത്ത കാര്യം. അവര് പോകുമ്പോ പണ്ടൊക്കെ സൈക്കിൾ റിക്ഷയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. ആ അടുത്തുള്ള സ്കൂളിലെ എൽ കെ ജി അല്ല LP സ്കൂളിലെ യൂണിഫോം ആണ്. ഒരു പെൺകുട്ടിയുണ്ട്, പറയുമ്പോൾ ഇമോഷണൽ ആവണം. എത്രയോ വർഷങ്ങളായി സൈക്കിൾ റിക്ഷക്കാരൻ ആ കുട്ടിയെ ഓമനിക്കുകയാണ് അതിന്റെ പ്രൈവറ്റ് പാർട്സിൽ. അവളെന്തോ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആ പെൺകുട്ടി. അപ്പൊ എന്തെങ്കിലും മുട്ടായോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് മയക്കിയിട്ടായിരിക്കും. ഈ അധ്യാപിക എന്ത് ചെയ്തു, അപ്പൊ ഇടപെടണേ ഉള്ളൂ, ഇടപെട്ടാൽ മതി, ചെയ്തില്ല. വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, നന്നായി, അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്താലോ. അവർക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? അവരൊരു അമ്മയാണ്, ഭാര്യയാണ്. ഈ എട്ടും പൊട്ടും തിരിയാത്ത 4ാം ക്ലാസ് വരെയുള്ള യൂണിഫോമിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ ഇയാൾ ശാരീരികമായി ആക്രമിക്കുന്നത് കണ്ടിട്ട് ഇവര് മിണ്ടാണ്ട് പോയി ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് പറയാ, നന്നായി നീ ഇടപെടാതിരുന്ന, അയാൾ നിന്നെ ഉപദ്രവിച്ചിരുന്നെങ്കിലോ എന്ന്. അതാണ് അവസ്ഥ. ഇന്നിപ്പോ പ്രജിത ഒരു ജേർണലിസ്റ്റ് ആണ്. പ്രജിതയും പറയുന്നു നമ്മളുടെ സമൂഹം
മാറിയിട്ടില്ല. തങ്ങൾക്ക് എന്തെങ്കിലും അതെ. പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ കണ്ണടയ്ക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു 10-35 വർഷം മുമ്പത്തെ കാര്യമാണ്. അതിൽ നിന്ന് സമൂഹം എത്ര മാറിയിരിക്കുന്നു. അന്ന് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളില്ല. ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ, നമ്മൾ അതിൽ കയറി ഇടപെട്ട് അവനെ പിടിച്ചു മാറ്റി എന്നെ ഒന്ന് അവൻ ആക്രമിച്ചാൽ പോലും എനിക്കെന്താണ്, ആ കുഞ്ഞിനെയല്ലേ നമ്മൾ രക്ഷിക്കണ്ടേ. അപ്പം കുറച്ച് ഇമോഷണലൈസ് ആയില്ല, ഇത്തിരി ശബ്ദം റേസ്ഡ് ആയി. പ്രസിദ്ധ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക്, കൗമാരക്കാരുടെ അതെ. ചുരം കയറിയുള്ള യാത്ര, ഒരു ടെന്റ് അടിച്ച് താമസിക്കാനായിട്ട് വീട്ടിൽ പറയാണ്ട് അങ്ങ് പോയിരിക്കുക. പെൺകുട്ടിയുണ്ട്, ആൺകുട്ടികളും ഉണ്ട് അല്ലേ, അതൊക്കെ അവരുടെ സൗകര്യം, സ്വാതന്ത്ര്യം. പക്ഷേ എല്ലാത്തിനും ഒരു അതിർവരമ്പ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതിലെ ഇവിടുത്തെ ഒരു പ്രസിദ്ധ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള പെൺകുട്ടികളുടെ ശരീരത്തിലാണ് അതിന്റെ ബാക്കി പത്രങ്ങൾക്കാണ്. അവർ ഫ്രണ്ട്സായിട്ട് പോയതായിരിക്കും, കാട് എക്സ്പ്ലോർ ചെയ്യാൻ പോയതായിരിക്കും. വളരെ നല്ല കാര്യം. അങ്ങനെ ഫ്രണ്ട്ഷിപ്പുകളെയൊക്കെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ആ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഒരു വർഷത്തിൽ തന്നെ 2-3 പ്രാവശ്യം അബോർഷന് വരുന്ന കുട്ടികളുണ്ട്. അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ ഈ എക്യുപ്മെന്റ്സ് കയറ്റിയിട്ട് അത് ചുരണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രൈവറ്റ് പാർട്സ് ആണ് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. എത്ര പ്രാവശ്യം ഈ സ്കാപ്പിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റി ചുരണ്ടി കഴിയുമ്പോഴേ, പിന്നെ ഒരു കാലത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും അവർക്ക് പ്രസവിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അവർക്ക് വേറെ പല ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതിവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല. സദാചാര പോലീസിംഗ് അല്ല, നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത്. അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് പോകൂ. അവരെ എന്തിനാ വിഷമിപ്പിക്കണം. എന്താ ഞാൻ പോവാൻ, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, വി ആർ ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ്. അവർ പോകുന്നു, എനിക്ക് അവരുടെ കൂടെ പോകണം എന്ന് ആഗ്രഹം തോന്നി, കാണാനായിട്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, യു ക്യാൻ ട്രസ്റ്റ് മീ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ അച്ഛനമ്മമാരും ട്രസ്റ്റ് ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്കും സമൂഹത്തിന് ഇന്നത്തെ നാട്ടു നടപ്പനുസരിച്ച് മാറിയല്ലേ പറ്റുള്ളൂ. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എവിടെ പോവാണെങ്കിലും അച്ഛനമ്മമാരോട് പറയുക. വെറുതെ പോയി പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിപ്പെട്ട്, ഇപ്പൊ ഇത് നാട് മുഴുവൻ അറിഞ്ഞില്ലേ, വീട്ടിൽ അതെ. പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ അവര് മാത്രമല്ലേ അറിയുള്ളൂ. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ തന്നെ അച്ഛനമ്മമാര് ശ്രദ്ധിക്കണം. അവരുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നിങ്ങൾ അറിയണം. ഇൻസ്റ്റാഗ്രാം ആക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആവൂ. നിങ്ങളും പറയും, മോളെ അമ്മയും കൂടെ നോക്കട്ടെ, എന്താ മോള് കാണിക്കുന്നത്, അതെ. ദേഷ്യപ്പെടണ്ട, അമ്മയും കൂട്ടിക്കണം, അമ്മയ്ക്ക് ഇതൊന്നും അറിയുന്നു, പഠിപ്പിച്ചാ കണ്ട, നിന്റെ അക്കൗണ്ട് എന്താ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു ഇതിൽ കൂടെയും നമുക്ക് സംസാരിച്ച് കുട്ടികളെ നമ്മുടെ ഫ്രണ്ട്സ് ആക്കാമല്ലോ. പിന്നെ ആലുവയിലെ പെൺകുട്ടികളെ പോലെ ഒരു പെൺകുട്ടിയും ഇതുപോലെ പ്രായവ്യത്യാസം, പോവാനേ പാടില്ല എന്നുള്ളത് വേറെ കാര്യം. പഠിക്കാനുള്ള സമയത്ത് പഠിക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബാല്യമോ കൗമാരോ ആ സമയത്തെ ജീവിതങ്ങളോ സുഖങ്ങളോ സന്തോഷങ്ങളോ തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി കേരളം ഇങ്ങനെ ഒരു ടെൻഷനിലേക്ക്, ഫുൾ കേരളം ടെൻഷനായതാട്ടോ ഈ അതെ. അതെ. സമയത്ത്. അതെ. ഉറപ്പായിട്ടും.